എന്നോട് ചോദിക്കാറില്ലേ ഫോൺ വിളിക്കുന്ന സമയത്ത് തറപ്പണി അടക്കം നിങ്ങൾ ചെയ്യുമോ എന്നുള്ളത്? അതെ, ഒരുപാട് പേര് അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മൾ ആക്ച്വലി ബേസ്മെന്റ് ഇല്ലാതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് നമ്മൾ തന്നെ ബേസ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം കോൺക്രീറ്റ് ബേസ്മെന്റ് ആയിരിക്കും. കോൺക്രീറ്റ് ബേസ്മെൻറ്റിൽ നമ്മൾ ചെയ്യണത് ഫുള്ളായിട്ട്, അതായത് ഇപ്പോൾ ഇതിൻ്റെ അടി 1 അടി വീതി 1.5 അടി ഹൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ പ്ലിന്ത് ചെയ്യണമെങ്കിൽ 1.5 അടി ഹൈറ്റിലാണ് നമ്മൾ ചെയ്യുക. അതിന് റിങ് എല്ലാം അടിച്ച് സാധാരണ പ്ലിന്ത് എങ്ങനെയാണ് ചെയ്യുക അതിനുള്ള റിങ്ങുകളാണ് ഇരിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ചെയ്യും. പക്ഷേ കോട്ടയത്തുള്ള സൈറ്റാണ്. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യണ സമയത്ത് സാധാരണ ചെയ്യണേക്കാളും പ്രൈസിൽ ഡിഫറൻസ് വരും. അത് നമ്മൾ അതാത് സൈറ്റിൽ വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത ശേഷമാണ്. കാരണം ഇപ്പം തന്നെ നിങ്ങൾ കരിങ്കല്ല് ബേസ്മെന്റ് ഇടുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും, പൈസ കൂടുതലായിരിക്കും, സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. പൈസ മാത്രമല്ല, സ്ട്രെങ്ത്തും അതിനനുസരിച്ചിട്ട് കൂടുതലുണ്ടാവും. കാരണം നമ്മൾ ആദ്യം ഇതിനൊരു പ്രൈസ് പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല സൈറ്റും പല ഇതിലായിരിക്കും മണ്ണിൻ്റെ ബലവും എല്ലാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൈന് നമുക്ക് കറക്റ്റ് 1.5 അടിയാണ് താന്നത്. ഓപ്പോസിറ്റ് സൈഡ് നിലദാനത്തിൻ്റെ അടിയിലേക്ക് തന്നെ 4 അടി താഴ്ന്നിട്ടുണ്ട്. 4 അടിയൊക്കെ താഴുക എന്ന് പറയുമ്പോൾ അത്രയും ഹൈറ്റിൽ കോൺക്രീറ്റ് ഇട്ട് വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസ് വരും. അതുകൊണ്ടാണ് നമ്മൾ, പക്ഷെ അവിടെ താത്താണ്ടിരിക്കാനായിട്ട് പറ്റില്ല, കാരണം അവിടെ ലൂസ് മണ്ണായിരുന്നു. ലൂസ് മണ്ണുള്ളതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ എങ്ങനെ കോൺക്രീറ്റ് ഇട്ടിട്ടും കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് 1.5 അടി അവിടെ താത്തിയിട്ടിടാം, പക്ഷെ അത് വീടിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ താത്തിയേ മതിയാവുള്ളൂ മാക്സിമം. ഇവിടെ റെഡി മിക്സ് ആണ് ചെയ്തത് നമ്മൾ. അല്ല, അത് സൈറ്റിൽ വണ്ടി വരുന്നതിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെഡി മിക്സ് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി മിക്സ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. മാക്സിമം നമ്മൾ സജസ്റ്റ് ചെയ്യണത് കരിങ്കല്ല് തറടാനാണ്, കാരണം പ്രൈസ് കമ്മിയാണ്. നമ്മൾ കോൺക്രീറ്റ് വീടിന് കരിങ്കല്ലിലോ അല്ലെങ്കിൽ വെട്ടുകല്ലിൽ തറട്ട് കഴിഞ്ഞാലും വീട് സ്ട്രെങ്ത് ആയിരിക്കും. കാരണം നമ്മൾ കോൺക്രീറ്റൊക്കെ സജസ്റ്റ് ചെയ്യണത് പാടം പോലുള്ള സ്ഥലങ്ങൾ അല്ലേ, അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ മാത്രം, തീരെ ഉറപ്പില്ലെങ്കിൽ മാത്രം മതി കോൺക്രീറ്റൊക്കെ ചെയ്യുക. ഇതൊക്കെ നല്ല ബലമുള്ള സ്ഥലമാണ്. ഇനി ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് അതെ, എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ എന്നെ കാണുന്നുള്ള പ്രതീക്ഷയിൽ.